അങ്ങനെ 21 മണിക്കൂർ നീണ്ട US-ഇറാൻ ചർച്ച ധാരണയിലെത്താതെ പരാജയപ്പെട്ടിരിക്കുന്നു. ഇറാൻ ആണവായുധം ഉണ്ടാക്കരുത് എന്ന പ്രധാന നിബന്ധനയൊന്നും ഇത് അമേരിക്കയുടെ അവസാനത്തെ മികച്ച ഓഫറാണെന്നും US വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞു. പശ്ചിമേഷ്യൻ സാഹചര്യവും ചർച്ചയും തന്നെയാണ് ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ നമ്മളും വിശദമായി പരിശോധിക്കുന്നത്. മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ PM നാരായണൻ നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട് ലീഡേഴ്സ് മോർണിംഗിൽ. ഗുഡ് മോർണിംഗ് ശ്രീ PM നാരായണൻ, സ്വാഗതം. ഹലോ മലയാളത്തിൽ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ലോകം വലിയ പ്രതീക്ഷയിലായിരുന്നു. ഈ രണ്ട് രാജ്യങ്ങളും ഫേസ് ടു ഫേസ് ചർച്ചയിലേക്ക് എത്തിയതാണ്. ഇതിൽ ഈ ഇറാൻ മുന്നോട്ട് വച്ച 10 ഉപാധികൾ, ഒരു 3 ആഴ്ചക്കാലം മുൻപേ തന്നെ അമേരിക്ക മുന്നോട്ട് വച്ച 15 ഉപാധികൾ, ആ ഉപാധികളിൽ പ്രധാനപ്പെട്ട 4 എണ്ണം കേന്ദ്രീകരിച്ച് ചർച്ചകൾ തുടങ്ങി. പ്രധാനമായും ഈ യുറേനിയൻ സമ്പുഷ്ടീകരണം, അതേപോലെ ഹോർമൂസ് കടലിടുക്ക്, ലെബനനിലെ വെടിനിർത്തൽ, ഈ സാങ്ഷൻസ്, ഈ ധനവിനിയോഗത്തിലെ സാങ്ഷൻസ്, ഇതൊക്കെയും പ്രധാന വിഷയങ്ങളാക്കി ചർച്ചകൾ നടന്നു. JD വാൻസിന്റെ നേതൃത്വത്തിലുള്ള US സംഘവും അബ്ബാസ് അരാഗ്ചിയുടെ നേതൃത്വത്തിലുള്ള ഇറാൻ സംഘവും. ഒടുവിൽ മികച്ച ഉപാധികൾ ഞങ്ങൾ മുന്നോട്ട് വച്ചെന്നും ഇതിൽ മികച്ച ഓഫർ ഒന്നും നൽകാനില്ല എന്നും പറഞ്ഞ് JD വാൻസ് ഈ ചർച്ച അവസാനിച്ചതായി പ്രഖ്യാപിക്കുകയായിരുന്നു. അങ്ങ് എങ്ങനെ വിലയിരുത്തുന്നു ഈ ഒരു ചർച്ചയെ? ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് വെച്ചാൽ, കഴിഞ്ഞ 45 വർഷത്തിന് ശേഷം ഈ രണ്ട് രാജ്യങ്ങളും ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയുന്നത് ആദ്യമായിട്ടാണ്. അത് ആ അർത്ഥത്തിൽ ഇതിനെ നമുക്കൊരു ഒരു പോസിറ്റീവായിട്ട് കാണാൻ പറ്റും. പക്ഷേ ഇതിന്റെ നേരത്തെ സേതു സൂചിപ്പിച്ച പോലെ ഇതിന്റെ ഉപാധികളുടെ ഒരു രീതി നോക്കിക്കഴിഞ്ഞാൽ, ഈ ഉപാധികൾ ഇരു രാജ്യങ്ങൾക്കും ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഇറാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാം എന്നത് വലിയൊരു വിഷയമാണ്. പക്ഷെ ഇപ്പോൾ ഇറാന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന വേറൊരു പ്രധാന ഒരു സ്ട്രാറ്റജിക് അസറ്റ് എന്നുള്ളത് ഹോർമൂസ് ആണ്. ഞാൻ പറയുകയാണെന്നാൽ, ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇറാൻ വലിയൊരു അളവ് വരെ അവരുടെ ന്യൂക്ലിയർ പദ്ധതികൾ ഒരു തരത്തിൽ ഉപേക്ഷിക്കാമെന്ന് സമ്മതിച്ചതാണ്. ആ സന്ദർഭത്തിലാണ് അമേരിക്ക കടന്നു കയറി ഇറാനെ ആക്രമിച്ചത്. അതുമാത്രമല്ല, കുറച്ച് പിന്നോട്ട് നോക്കുകയാണെങ്കിൽ 2016 ഒബാമയുടെ നേതൃത്വത്തിലുള്ള എഗ്രിമെന്റിൽ ഇറാൻ ഓൾമോസ്റ്റ് ഈ ന്യൂക്ലിയർ സമ്പുഷ്ടീകരണം നടക്കുന്നില്ല. അതായത് ഇറാന്റെ ന്യൂക്ലിയർ പദ്ധതിയെ വലിയൊരു അളവ് വരെ അമേരിക്ക തടസ്സമിട്ട സന്ദർഭത്തിലാണ് ഈ ഇത്തരത്തിലുള്ള വലിയൊരു അക്രമം ഇസ്രായേലിന് വേണ്ടി അമേരിക്ക ചെയ്തത്. ഇപ്പം ഇസ്രായേൽ ചിത്രത്തിലില്ല. അമേരിക്കയും ഇറാനും തമ്മിലുള്ള നേരിട്ട് ഉള്ള യുദ്ധമായി മാറുകയും ഇപ്പോൾ അമേരിക്കയ്ക്ക് എങ്ങനെ ഇതിൽ നിന്നും തിരിച്ചിറങ്ങാം എന്നുള്ള ഒരു വഴി കാണാതെ പ്രശ്നത്തിലായി നിൽക്കുകയാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. ഇപ്പം ഇറാനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, തീർച്ചയായിട്ടും യുദ്ധം തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന ഇറാനേക്കാൾ കൂടുതൽ ശക്തമാണ് ഇറാൻ ഇന്ന്. ജിയോ പൊളിറ്റിക്കലി ഞാൻ പറയുന്നത്, ആ രാജ്യത്തിന്റെ മിലിറ്ററി ശക്തിയല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഇറാൻ ഇത്രയും കാലം അവർ കൊണ്ടു നടന്നിരുന്ന ഒരു ആവശ്യമുള്ളത് അവരുടെ ന്യൂക്ലിയർ പദ്ധതിയായിരുന്നു. പക്ഷെ ന്യൂക്ലിയർ പദ്ധതിയേക്കാൾ വലിയ ഒന്നാണ് തങ്ങളുടെ കയ്യിലിരിക്കുന്നത്. അതായത് ഹോർമൂസ് കടലിടുക്കിന്റെ സ്വാധീനം അല്ലെങ്കിൽ നിയന്ത്രണം എന്നത് ന്യൂക്ലിയറിനേക്കാൾ കൂടുതൽ ശക്തമായിട്ടൊരു ആയുധമാണെന്ന് ഇറാൻ തിരിച്ചറിയുന്നത് ഈ സന്ദർഭത്തിലാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇറാനെ എന്ത് വില കൊടുത്തും ഈ ഹോർമൂസ് കടലിടുക്കിൽ നിന്നും മാറ്റണമെന്ന് അമേരിക്ക ആവശ്യപ്പെടുന്നത്. ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഇപ്പം ഈ ഹോർമൂസ് കടലിടുക്കിനെ കുറിച്ച് അങ്ങ് പറഞ്ഞു തുടങ്ങിയത് കൊണ്ട് ഞാൻ എൻ്റെ ഒരു സംശയം കൂടി ചോദിക്കുകയാണ്. ഇപ്പം ഈ ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം അത് ഇറാന്റെ ഒരു തന്ത്രമായിരുന്നു, ഒരു നെഗോസിയേഷൻ ടാക്ടിക് ആയിരുന്നു എന്നുള്ളതാണ്. കാരണം ഇപ്പം ഞാൻ അങ്ങനെ ചോദിക്കാനുള്ള കാരണം, ഒന്ന്, അമേരിക്കയ്ക്ക് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ലോക രാജ്യങ്ങൾക്ക് മേൽ ഒരു അദൃശ്യമായൊരു നിയന്ത്രണം അമേരിക്കയ്ക്കുണ്ട്. അത് ഇതിനകം തന്നെ ഇറാൻ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. രണ്ടാമത്തേത്, ഈ ഹെസ്ബുള്ള, ഹൂതികൾ തുടങ്ങിയ സായുധ സംഘങ്ങൾക്ക് ഇറാൻ നൽകുന്ന സാമ്പത്തിക സഹായം അതിപ്പോ നിലവിൽ ഫ്രീസാണ്. അപ്പം അത് മാത്രമല്ല, പിന്നെ ഉള്ളത് യുറേനിയൻ സമ്പുഷ്ടീകരണം. അപ്പം നിലവിലെ ഈ ഒരു സാഹചര്യങ്ങളൊക്കെ മാറ്റാനുള്ള ഇറാന്റെ ഒരു നെഗോസിയേഷൻ ടാക്ടിക്കായി അവർ കണക്കാക്കുന്നുണ്ടോ ഈ ഹോർമൂസ് കടലിടുക്കിലെ നിയന്ത്രണം? ഹോർമൂസ് കടലിടുക്കിലെ നിയന്ത്രണം എന്നത് നെഗോസിയേഷൻ ടാക്ടിക്സിനപ്പുറം ഇറാൻ സ്വയം തിരിച്ചറിഞ്ഞ വലിയൊരു കരുത്തായിട്ടാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞൊരു മാസത്തിനുള്ളിലാണ് ഇറാൻ ഇതിന്റെ ഇത്ര സ്ട്രാറ്റജിക് പൊട്ടൻഷ്യൽ എന്താണെന്ന് ഇറാൻ തിരിച്ചറിഞ്ഞത് എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുക. കാരണം ഈ ഇറാനും അമേരിക്കയും മാത്രം നേരിട്ടുള്ള ഒരു മിലിറ്ററി യുദ്ധമാണ് നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇറാൻ അമ്പെ പരാജയപ്പെടുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പക്ഷെ ഈ ഹോർമൂസ് സ്ട്രീറ്റിനെ വലിച്ച് ഇട്ടതിലൂടെ ഇതൊരു ലോകത്തിന്റെ യുദ്ധമായി മാറുകയാണ് ചെയ്യുന്നത്. അതായത് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഓയിലിന്റെ പ്രഷർ വരികയും
അതോട് ഒരു സാമ്പത്തിക യുദ്ധം ലോകത്തിന് മേൽ അടിച്ചേൽപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മാറുകയും അല്ലെങ്കിൽ മാറ്റുകയും ചെയ്തു എന്നതാണ് ഇറാനെ സംബന്ധിച്ചുള്ള ഒരു സ്ട്രാറ്റജിക് വിക്ടറി എന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാവാനുള്ള സാധ്യത. അതല്ലെങ്കിൽ നോക്കൂ, നമുക്ക് ഇതിനു മുമ്പ് 2 യുദ്ധങ്ങൾ നമ്മൾ പറഞ്ഞു. ഗാസയിൽ ഉണ്ടായിരുന്ന യുദ്ധം, ഇപ്പോൾ റഷ്യയും ഉക്രൈനുമായിട്ടുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പലർക്കും അത് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല. കാരണം ഈ 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാണെങ്കിൽ ലോകം അത് മറക്കും, ലോകം മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകും. പക്ഷേ ഇതിൽ ഒരു ഇക്കണോമിക് എലമെന്റ് ഉണ്ട്. ഈ ഹോർമസ് സ്ട്രീറ്റ് എന്നുള്ളത് ലോകത്തിന് മുഴുവൻ ഓയിൽ സപ്ലൈ ചെയ്യുന്ന വലിയൊരു പാതയാണ്. ആ പാത അടച്ചതിലൂടെ ഇറാൻ അവരുടെ കരുത്ത് തെളിയിച്ചിരിക്കുകയാണ്. ഇൻ ദ സെൻസ് ദാറ്റ് വി ക്യാൻ സ്റ്റോപ്പ് ദ ഹോൾ ഇക്കണോമി ഓഫ് ദ വേൾഡ്. ഇങ്ങനൊരു കോണ്ടെക്സ്റ്റിലാണ് ഇപ്പോൾ ഈ നെഗോസിയേഷന് വലിയൊരു മാനം കൈവരുന്നത്. അതല്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല JD വാൻസ് 18 മണിക്കൂർ യാത്ര ചെയ്ത് പാകിസ്ഥാനിൽ വന്നിരുന്ന ഇത്തരത്തിലുള്ള ചർച്ചയ്ക്ക് മുതിരുമെന്നത്. പിന്നെ ഇതിനകത്ത് നമുക്ക് ചേർത്ത് പറയാനുള്ള ഒരു കാര്യം കൂടെ, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ പിന്നെ ഗൾഫ് മേഖലയുടെ ഓയിൽ എന്നത് വലിയൊരു കാര്യമല്ല ഇന്നത്തെ സാഹചര്യത്തിൽ. കാരണം അമേരിക്ക കഴിഞ്ഞ മുൻകാലങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അമേരിക്ക ഇപ്പോൾ സെൽഫ് സഫീഷ്യന്റ് ആണ് ഈ ഓയിലിന്റെ കാര്യത്തിൽ. അമേരിക്ക മാത്രമല്ല, ഇപ്പൊ വെനിസുല കൂടെ പിടിച്ചെടുത്തതോടെ ആ അമേരിക്കയ്ക്ക് ഓയിൽ എന്നുള്ളത് ഒരു വിഷയമല്ല. പക്ഷെ ലോകത്തിന്റെ മറ്റ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ചാണെങ്കിലും പിന്നെ യൂറോപ്പിനെ സംബന്ധിച്ചാണെങ്കിലും ഈ മേഖലയിലുള്ള ഓയിൽ എന്നത് വളരെ വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെയാണ് ലോകം ഈ യുദ്ധത്തെ വളരെ ഒരു ഞെട്ടലോടെ കാണുന്നതും ഇത് ഏതെങ്കിലും തരത്തിൽ അവസാനിപ്പിക്കണമെന്ന് ലോകരാജ്യങ്ങൾ ഒറ്റക്കെട്ടായി പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷയായിരുന്നു ഇന്നലെ പാകിസ്ഥാനിൽ നമ്മൾ ഈ ചർച്ചയിൽ ഉടനീളം കണ്ടത്. പക്ഷേ 21 മണിക്കൂർ ചർച്ചയ്ക്ക് ശേഷം ഇന്ന് രാവിലെ 3:30 ആയിട്ടാണ് ചർച്ച അവസാനിക്കുന്നത്. അതിനുശേഷവും ഇതിൽ പ്രത്യേകിച്ച് ഫലമൊന്നും കാണാതെ എന്നുള്ളത് ലോകത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും they are negotiating from the power of strength. അതാണ് കഴിഞ്ഞൊരു മാസത്തിനുള്ളിൽ ഉണ്ടായിരുന്ന മാറ്റം എന്നത്. ഇറാൻ എന്നുള്ളത് കഴിഞ്ഞ മുമ്പ് കണ്ടിട്ടുള്ള യുദ്ധത്തിന് മുമ്പുണ്ടായിരുന്ന ഇറാനേക്കാൾ കൂടുതൽ ശക്തമാണ് ജിയോ സ്ട്രാറ്റജിക്കലി ഇന്നത്തെ ഇറാൻ. ഞാൻ ആക്ച്വലി ഈ ഹോർമൂസ് കടലിടുക്കിലെ അമേരിക്കയുടെ അതിനെക്കുറിച്ച് അങ്ങോട്ട് ചോദിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. കാരണം ഈ ഹോർമൂസിൽ ടോൾ ഏർപ്പെടുത്തുമെന്ന് ഇറാൻ പറഞ്ഞല്ലോ, $2 മില്യൺ ഫോർ ദീസ് വെരി ലാർജ് ഓയിൽ ടാങ്കേഴ്സ്. അപ്പം പല രാജ്യങ്ങളും അതിന് ഓക്കെ ആയിരുന്നു. കടലിടുക്ക് അടഞ്ഞു കിടക്കുന്നതിനേക്കാൾ നല്ലത് ടോൾ നൽകി പോകാമെന്ന് പല രാജ്യങ്ങളും കരുതിയിരുന്നു. പക്ഷേ ആ സമയത്തൊന്നും ഒരു ഭീഷണിക്കപ്പുറം, ഇപ്പം ട്രംപ് പലപ്പോഴും വന്ന് ഹോർമൂസ് കടലിടുക്ക് തുറക്കണമെന്നും ടോളിനെതിരെയും ഒക്കെ അദ്ദേഹം ശബ്ദമുയർത്തുന്നു എന്നതിനപ്പുറം അമേരിക്ക അവരുടെ ഒരു നേവിയെ അയക്കുകയോ അതിലൊരു ഇടപെടൽ നടത്തുകയോ ഒന്നും ചെയ്തില്ല. സർ, ഡു യു തിങ്ക് ദ അമേരിക്കൻസ് ക്യാൻ ആക്ച്വലി പ്രസ് ഓൺ ഇറാനിയൻസ് ടു ലെറ്റ് ഫ്രീ പാസേജ് ത്രൂ ദ സ്ട്രേറ്റ് ഓഫ് ഹോർമസ്? ഇത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് അതിന് ഉത്തരം. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഹോർമസ് എന്നുള്ളത് വലിയൊരു പ്രശ്നമുള്ള കാര്യമല്ല. ഒന്ന്, അതുകൊണ്ട് തന്നെ അതിലൂടെ കപ്പൽ പോവുകയോ പോവാതിരിക്കുകയോ എന്നുള്ളത് വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കുന്നില്ല. യെസ്, ഓഫ് കോഴ്സ് ദർ ഈസ് ഗോയിങ് ടു ബി പ്രോബ്ലം ഫോർ അമേരിക്ക ഓൾസോ. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് മേൽ ഹോർമോസ് ഉണ്ടാക്കുന്ന ഇമ്പാക്ട് അമേരിക്കയെ തീർച്ചയായിട്ടും ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്. അത് മാത്രമല്ല, യൂറോപ്യൻ യൂണിയനും മറ്റുള്ള രാജ്യങ്ങളും ഇതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം അത് ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ന്യൂക്ലിയർ ബോംബിനേക്കാൾ കൂടുതൽ ശക്തമായിട്ടുള്ള ഒരു ആയുധം എന്നത് ഹോർമോസ് കടലിടുക്ക് തന്നെയാണ്. കാരണം അത് വെച്ച് ഇറാന് മൊത്തം ഗൾഫ് മേഖലയെ നിയന്ത്രിക്കാൻ പറ്റും. അത് വെച്ച് ഇറാന് മൊത്തം യൂറോപ്യൻ യൂണിയനെ നിയന്ത്രിക്കാൻ പറ്റും. പിന്നെ സൗത്ത് ഏഷ്യയിലെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ ഇറാന് നിയന്ത്രിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ യുദ്ധത്തിൽ നേരിട്ടുള്ള ആയുധം ഉപയോഗിച്ചുള്ള യുദ്ധത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും ഇറാന് വലിയ സ്കോപ്പില്ല. പക്ഷേ ഇത്തരത്തിൽ സ്ട്രാറ്റജിക് ജിയോ പൊളിറ്റിക്കൽ പൊസിഷനിൽ നിന്നുകൊണ്ട് ഹോർമോസ് കടലിടുക്കിലെ സ്വാധീനം തന്റെ കയ്യിൽ ഉറപ്പിച്ചുകൊണ്ട് ഇറാൻ നടത്തുന്ന ഈ യുദ്ധം എന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും വളരെ സ്ട്രാറ്റജിക്കലി സ്ട്രോങ് തന്നെയാണെന്ന് പറയാൻ പറ്റും. ഇത് ഇനിയിപ്പോൾ ഉള്ളത് പാകിസ്ഥാന്റെ മധ്യസ്ഥതയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. ഇപ്പം ലോകത്തെ ഭീകരവാദത്തെ സ്പോൺസർ ചെയ്യുന്നതെന്ന് പൊതുവെ ഖ്യാതിയുള്ളൊരു രാജ്യമാണ് പാകിസ്ഥാൻ. പക്ഷേ ഇപ്പോൾ ഇസ്ലാമാബാദ് ബ്രിങ്സ് US ആൻഡ് ഇറാൻ ടു ദ സെയിം ടേബിൾ, ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ. ഇതൊരു കീ മീഡിയേറ്റർ എന്ന തലത്തിലേക്ക് പാകിസ്ഥാനെ ഉയർത്തില്ലേ? ഒരു ഭീകരവാദ രാജ്യത്തിൽ നിന്ന് മീഡിയേറ്റർ എന്ന റോളിലേക്കുള്ള പാകിസ്ഥാന്റെ ഈ ഒരു മാറ്റത്തെ അങ്ങ് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ട്രംപിനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ഒരു ഭീകരവാദ രാജ്യമാണെന്നുള്ള അഭിപ്രായമൊന്നും അദ്ദേഹത്തിന് ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇന്ത്യയിൽ നിന്ന് നോക്കുമ്പോഴാണ് അത്തരത്തിലുള്ള ഒരു പെർസ്പെക്റ്റീവ് നമ്മൾ ഉണ്ട്. ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു 10-20 വർഷത്തെ ചരിത്രം നോക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ പല സന്ദർഭത്തിലും ഭീകരവാദ രാജ്യത്തിന്റെ ലക്ഷണങ്ങൾ കാണിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഒസാമ ബിൻ ലാഡൻ
പാകിസ്ഥാനിൽ നിന്നും കണ്ടെത്തുന്നത് വരെ അമേരിക്ക പോലും വിശ്വസിച്ചിരുന്നില്ല പാകിസ്ഥാൻ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പാകിസ്ഥാൻ ഈ സന്ദർഭത്തിൽ തീർച്ചയായിട്ടും ഒരു 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 മീഡിയേറ്ററുടെ ലെവലിലേക്ക് ഉയർന്നിട്ടുണ്ട്. ലോകരാഷ്ട്രങ്ങളുടെ ഒരു സ്പോട്ട്ലൈറ്റ് പാകിസ്ഥാന് മേലെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഗുണമാണ്. കാരണം യുദ്ധം അവസാനിക്കുകയാണെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചും അത് വളരെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് പാകിസ്ഥാൻ നടത്തുന്ന ഇത്തരത്തിലുള്ള മീഡിയേഷന് ഇന്ത്യ യാതൊരു തരത്തിലും ആശങ്കയോടെ കാണേണ്ടതില്ല. പക്ഷേ ഒരർത്ഥത്തിൽ ശരിയാണ്. കാരണം നമ്മളുടെ ഒരു മൂന്നാം ലോക രാജ്യങ്ങളുടെ അല്ലെങ്കിൽ സൗത്തിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് എന്ന നിലയ്ക്ക് ഇന്ത്യക്ക് ഇതിൽ കൂടുതൽ ചെയ്യാമായിരുന്നു എന്ന് നിരീക്ഷിക്കുന്ന ഒട്ടനവധി പേരുണ്ട്. അതൊരു തരത്തിൽ ശരിയുമാണ്. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ ഇറാനുമായും അമേരിക്കയുമായും ചൈനയുമായും പിന്നെ എല്ലാം ഒരുപോലെ സംസാരിക്കാൻ പറ്റുന്ന ഒരു മിഡിൽ ഗ്രൗണ്ട് എന്നത് പാകിസ്ഥാനാണ്. അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഇതിന്റെ ഒരു മീഡിയേഷൻ ഗ്രൗണ്ടായി മാറിയത്. ഇതിന് ഒരു പ്രത്യേക പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്, ഇപ്പൊ ഇന്നലെയൊക്കെ CNN ഒക്കെ വളരെ വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്ത ഒരു കാര്യമാണ്. ചൈനയുടെ ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ഹാൻഡ്സ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത്. ഇറാന് വേണ്ടിയുള്ള ആയുധങ്ങൾ ഒരു തേർഡ് രാജ്യത്തിലൂടെ ഇറാനിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് CNN വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ മൂന്നാമത്തെ രാജ്യം ഏതാണെന്ന് വ്യക്തമാക്കിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോർ ആണ് ഇറാനുമായിട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പം കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പൊസിഷനിൽ നിന്നുകൊണ്ടാണ് ഈ പാകിസ്ഥാൻ ഇപ്പോൾ ഇത് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചൈനയുടെ ആയുധങ്ങൾ പാകിസ്ഥാൻ വഴിയാണ് ഇറാനിലേക്ക് എത്തുന്നത് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാവുകയാണെങ്കിൽ പാകിസ്ഥാന് വലിയ രീതിയിലുള്ള പ്രഷർ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടി വരുമെന്നുള്ളത് തീർച്ചയാണ്. ഇപ്പം ഇത് അല്പം കോംപ്ലിക്കേറ്റഡ് ആണ് ഇന്നത്തെ സാഹചര്യത്തിലെ അവസ്ഥ. ഇനി എന്താണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല. കാരണം JD Vance ഇപ്പൊ ഫ്ലൈറ്റിൽ കയറിയിട്ടുള്ളൂ. 16 മണിക്കൂർ കഴിയുമ്പോഴേക്കാണ് അമേരിക്കയിലേക്ക് എത്തുള്ളൂ. തീർച്ചയായിട്ടും അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഒരു വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഇറാന്റെ മേലുണ്ടാവും. അത് ബോംബിന്റെ രീതിയിലാണോ ഉപരോധത്തിന്റെ രീതിയിലാണോ എന്നുള്ളത് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ തീർച്ചയായിട്ടും ആ മേഖലയിലെ ശാന്തി എന്നത് അല്പം ദൂരെ തന്നെയാണ് ഇപ്പോഴും. യെസ്, അപ്പം ഇതേ വിഷയം വരികയാണെങ്കിൽ ഇത് ഇന്ത്യയെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് കൂടിയാണ്. ഇപ്പം നോക്കൂ, ഇപ്പം പാകിസ്ഥാൻ ഇന്ത്യയുമായിട്ട് നിരന്തരം സംഘർഷത്തിൽ നിൽക്കുന്ന രാജ്യമാണ്. നമുക്ക് ഏറ്റവും ഒടുവിൽ വന്ന പെഹൽഗാം അറ്റാക്ക് അതിന് കാരണമായത് തന്നെ അവരുടെ സൈനിക മേധാവി അസിം മുനീർ ഒരിക്കൽ നടത്തിയ ഒരു വർഗീയ പരാമർശമാണ്. ആ പരാമർശത്തിന് ഒടുവിലാണ് ഇവിടെ ഒരു പെഹൽഗാം അറ്റാക്ക് നടക്കുന്നത്. അതേ അസിം മുനീർ ഒരു മീഡിയേറ്റർ റോളിലേക്ക് പാകിസ്ഥാനെ ഉയർത്തിയിരിക്കുന്നു ഷഹബാസ് ഷരീഫിനൊപ്പം ചേർന്നുകൊണ്ട്. അപ്പം അതും ലോകശക്തർ എന്ന് വിലയിരുത്തുന്ന അമേരിക്കയെ വരെ ഒരു ടേബിളിലേക്ക് ഇവർ കൊണ്ടുവരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേനും അതിൽ ഇന്ത്യക്ക് ആശങ്കപ്പെടേണ്ട എന്തെങ്കിലും സാഹചര്യം ഉണ്ടോ? രണ്ടാമത്തേത്, ഇപ്പം അങ്ങ് തന്നെ പറഞ്ഞ പോലെ ചൈനയുടെ ഒരു അൺനോൺ ഫാക്ടറാണ്. ഈ നമുക്കറിയാവുന്ന പോലെ ചൈനയുമായിട്ട് ഇപ്പം നമ്മൾ ചെറുതായിട്ടൊക്കെ സൗഹൃദത്തിൽ ഒരു ഗാൽവാൻ സംഘർഷത്തിനൊക്കെ ശേഷം ഇപ്പം വീണ്ടും ചൈനയുമായുള്ള സൗഹൃദമൊക്കെ തുടങ്ങിയെങ്കിൽ പോലും പാകിസ്ഥാനേക്കാൾ ആശങ്ക ഇന്ത്യക്ക് ചൈനയുടെ കാര്യത്തിലാണ്. അപ്പം അതുകൊണ്ട് ഈ രണ്ട് രാജ്യങ്ങളും ഒരു വിഷയത്തിൽ ഇങ്ങനെ ഇടപെടുമ്പോൾ അത് ഇന്ത്യയെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്നുണ്ടോ? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആശങ്കയ്ക്ക് വഴിയുണ്ട്. കാരണം വലിയ രീതിയിലുള്ള ഒരു ജിയോ പൊളിറ്റിക്കൽ ഷിഫ്റ്റ് ഈ മേഖലയിൽ വരുന്നുണ്ട്. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആശങ്കാജനകമാണ്. തീർച്ചയായിട്ടും ഇന്ത്യയുടെ നയങ്ങളിൽ അതനുസരിച്ചുള്ള റീകാലിബ്രേഷന്റെ ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ഇന്ത്യക്കും പാകിസ്ഥാനെയും ഒരുപോലെ ഇതിൽ താരതമ്യം ചെയ്യാൻ പറ്റില്ല. കാരണം ആസിം മുനീർ എന്നുള്ള ഒരു വ്യക്തിയിൽ കേന്ദ്രീകൃതമാണ് പാകിസ്ഥാന്റെ ഈ നെഗോസിയേഷൻസും കാര്യങ്ങളെല്ലാം. ഇപ്പൊ നമുക്കറിയാം പാകിസ്ഥാന്റെ ജനാധിപത്യത്തിന്റെ അവസ്ഥയെല്ലാം നമുക്കറിയാം. പാകിസ്ഥാന്റെ സാമ്പത്തിക സ്ഥിതി എന്താണെന്ന് നമുക്കറിയാം. പക്ഷെ അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ഡീൽ മേക്കർക്ക് ഏറ്റവും എളുപ്പം ഡീൽ ഉണ്ടാക്കാൻ പറ്റുന്ന നേതാക്കളാണ് പാകിസ്ഥാനുള്ളത്. ട്രംപ് ഒരു ഡീൽ മേക്കറാണ്. അതുകൊണ്ടാണ് അതിൻ്റെ അത് മാത്രമല്ല, ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിൽ വേറെ സുഹൃത്തുക്കളൊന്നുമില്ല. കാരണം അറബ് മേഖലയിലെ അല്ലെങ്കിൽ GCC രാജ്യങ്ങളൊന്നും ഇപ്പോൾ ഇത്തരത്തിലുള്ള നെഗോസിയേഷന് വരുമ്പോഴില്ല. അപ്പം ഈ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു കൊളാറ്ററൽ ബെനിഫിഷ്യറിയാണ് പാകിസ്ഥാൻ. അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഒരു നാച്ചുറൽ ചോയ്സ് ആയിട്ട് വരുന്നത്. ഈ ഡീൽ മേക്കേഴ്സിന് മറ്റു ഡീൽ മേക്കേഴ്സുമായി എളുപ്പം സംവദിക്കാൻ സാധിക്കും. എനിക്ക് ആ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് ഫ്രെയിം ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ എങ്കിലും ഇപ്പൊ നമുക്കറിയാവുന്ന പോലെ പാകിസ്ഥാൻ, അതേപോലെ ഇറാൻ, ചൈന ഇവരൊക്കെ വളരെ സൗഹൃദമുള്ള രാജ്യങ്ങളാണ്. ഇതിന്റെ കൂടെ ഒപ്പം വയ്ക്കേണ്ടതാണ് റഷ്യ. പക്ഷേ റഷ്യ ഈ വിഷയത്തിൽ അധികമായിട്ട് ഇടപെടുകയോ അതല്ലെങ്കിൽ അവരുടെ ഒരു പ്രതികരണം നടത്തുകയോ ഒന്നും ഇതുവരെ ചെയ്തിട്ടുമില്ല.
റഷ്യ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല. അത് പക്ഷെ ഇതിൽ ബാക്ക് ഡോറിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇറാന് ഇത്രയും കരുത്ത് കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ പലതരത്തിലുള്ള എന്താ പറയാ ഏജൻസികളും വർക്ക് ചെയ്യുന്നുള്ളത്. പ്രത്യേകിച്ചും ചൈനയുടെ സപ്പോർട്ട് എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആയുധങ്ങൾ ചൈനയിൽ നിന്നും ഇറാന് ലഭിക്കുന്നുണ്ട്. ഇപ്പം അമേരിക്കയുടെ F-16 വിമാനം F-35 ഇട്ടതിൽ ചൈനീസ് ആയുധങ്ങളാണ് എന്നുള്ള നിരീക്ഷണങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം ഇസ്രായേലിന്റെ ഒരു പ്രശ്നത്തെ അമേരിക്ക ഏറ്റെടുത്ത് യുദ്ധത്തിലേക്ക് എത്തിച്ചതുപോലെ ഒരു ഇറാന്റെ പ്രശ്നത്തെ ഈ ബാക്കിയുള്ള രാജ്യങ്ങൾ ഇപ്പം റഷ്യയും ചൈനയും ഒക്കെ ഏറ്റെടുത്ത് വലിയൊരു സംഘർഷത്തിലേക്ക് നീക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ ഈ മേഖലയിൽ കാണുന്നത്. ഓക്കെ, ശ്രീ പി നാരായണൻ, അപ്പം ഒരുപാട് സന്തോഷം ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്തതിന്. എനിക്ക് നല്ലൊരു ദിവസം കൂടി ആശംസിക്കുകയാണ്.